ഓം നമോ ഭഗവതി വാസുദേവായ. ശ്രീ ഗണേശായ നമ. ശ്രീ സരസ്വതി നമ. ശ്രീമദ് ഭാഗവത മാഹാത്മ്യം. ഞാൻ ശ്രീമദ് ഭാഗവതം ഗദ്യരൂപം വായിച്ച് മനസ്സിലാക്കാൻ പോവുകയാണ്. അധ്യായം 1. പത്മപുരാണത്തിൽ 6 അധ്യായങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവത മാഹാത്മ്യത്തെ വർണ്ണിച്ചിരിക്കുന്നു. അധ്യായം 1. ശ്രീമദ് ഭാഗവത മാഹാത്മ്യം. പുണ്യഭൂമിയായ നൈമിഷാരണ്യത്തിൽ ശൗനകാദി മഹർഷിമാർ എപ്പോഴും യാഗം മുതലായ ഓരോ സൽക്കർമ്മങ്ങളെ ചെയ്ത് ശ്രീഹരിയെ ആരാധിച്ചുകൊണ്ടിരിക്കും. കഥാശ്രവണ തൽപരരായ അവരുടെ മുമ്പിൽ ഒരിക്കൽ സൂത പൗരാണികൻ ആഗതനായി. സൂതനെ സൽക്കരിച്ചിട്ട് ശൗനക മഹർഷി പറഞ്ഞു, കഥാപ്രസംഗദ്വാരാ ജനങ്ങളുടെ അജ്ഞാനത്തെ നശിപ്പിക്കുന്ന അങ്ങ് ഇവിടെ വന്നത് ഞങ്ങൾക്ക് ഒരനുഗ്രഹമായി. കർമാമൃതമായ കഥാസാരം ഞങ്ങളെ കേൾപ്പിച്ചാലും ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ വർദ്ധിക്കാനും മായാമോഹം നശിക്കാനുമുള്ള ഉപായം പറഞ്ഞു തന്നാലും. ഭയങ്കരനായ കലി മനുഷ്യരെ അസുര സ്വഭാവികളാക്കി ഇരിക്കുകയാണ്. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷ കിട്ടും? മംഗളവും ശുദ്ധവും കൃഷ്ണപ്രാപ്തികരവുമായ സാധനം ഏതാണ്? ഇവയെല്ലാം അങ്ങയുടെ മുഖത്തിൽ നിന്നും കേൾക്കാൻ ആഗ്രഹമുണ്ട്. അതിനായി അങ്ങയെ ഞങ്ങൾ ഗുരുവായി വരിക്കുന്നു. ഗുരുമഹിമ അവർണ്ണനീയമത്രേ. എല്ലാ ലോകസുഖങ്ങളെയും തരുന്ന ചിന്താമണിയും സ്വർഗസുഖങ്ങളെ തരുന്ന ഇന്ദ്രനും ഗുരുകൃപയെ അപേക്ഷിച്ച് എത്ര തുച്ഛം. ഗുരു പ്രസാദിച്ചാൽ സാക്ഷാത് വൈകുണ്ഠപ്രാപ്തി കൈവരുന്നു. സൂതൻ പറഞ്ഞു, ഭഗവത് പ്രിയനായ അങ്ങയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സന്തോഷമുണ്ട്. സർവസിദ്ധിപ്രദവും സർവഭയങ്ങളെയും തീർക്കുന്നതുമായ സാധനമേതെന്ന് മഹാത്മാക്കൾ മുമ്പേ തന്നെ നിശ്ചയിച്ചു വച്ചിട്ടുണ്ട്. അതാണ് ശ്രീശുകൻ ഗാനം ചെയ്ത ശ്രീമദ് ഭാഗവതം. കലിബാധിതർക്ക് അത് മാത്രമാണ് ആശ്രയം. അതറിഞ്ഞാൽ ഭക്തി വർദ്ധിക്കും, ശ്രീകൃഷ്ണ പ്രസാദവും ലഭിക്കും. മറ്റു ഭാഗങ്ങളൊന്നും മനസ്സിനെ അത്ര തന്നെ ശുദ്ധമാക്കുന്നില്ല. എന്നാൽ ഭാഗവത സേവാഭാഗ്യം എല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല. അതിന് ജന്മാന്തരങ്ങളിൽ മഹാപുണ്യം ചെയ്തിരിക്കണം. പ്രായോപവേശം ചെയ്ത പരീക്ഷിത്തും ശ്രീശുകനും ഇരുന്ന സഭയിൽ ദേവന്മാർ പ്രവേശിച്ച് ശ്രീശുകനോട് പറഞ്ഞു,